മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ വ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഭൂമിയിലെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം, ആകർഷണ ബലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമമാണ് ഏതെന്ന് പറയുന്നത്? സാർവത്രിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് CPO അതുപോലെ വിമൻ CPOയുടെ ബേസ് ചെയ്തിട്ടുള്ള ഫിസിക്സ് ബേസ് ചെയ്തിട്ടുള്ള PYQ സെക്ഷൻ ആണ്. അതായത് നിങ്ങൾ ആ സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫിസിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പക്ഷെ എന്താണ്, നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ PYQ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 10th ലെവല് PYQs ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? അപ്പൊ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ സ്വന്തം അക്ഷമാണ് അല്ലെ. സ്വന്തം അക്ഷം എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ തന്നെ ഏതാണ് ആ വസ്തു എടുത്തത്, ആ വസ്തുവിന്റെ തന്നെ ആക്സിസിൽ, ആ ഒരു ആക്സിസിൽ കറങ്ങുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സ്വന്തം അക്ഷത്തിൽ കൂടിയുള്ള ചലനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മാറിപ്പോകാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഭൂമിയുടെ കാര്യം ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പൊ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി സ്വന്തം അക്ഷത്തില് അല്ലെ, ഭൂമി എന്ന് പറയുന്നത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുമുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് കാര്യത്തില് അല്ലെ, രണ്ട് രീതിയിലുള്ള ചലനം നടക്കുന്നുണ്ട്. ഭൂമി സ്വന്തം അക്ഷത്തില് സ്വയം തിരിയുന്ന അതിനെന്താണെന്ന് പറയുന്നത്? അതിന് പറയുന്നതാണ് എന്തെന്ന്? ഭ്രമണം അല്ലെ. ഭ്രമണം സ്വന്തം അക്ഷത്തിൽ കറങ്ങുന്നതാണ് ഭ്രമണം. അതുപോലെ തന്നെ ഭൂമി സൂര്യനെ കറങ്ങുവാണെങ്കിൽ ഭൂമി എന്ത് ചെയ്യുകയെന്നാണ് പറയുന്നത്? പരിക്രമണം ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതായത് ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഭൂമിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഭ്രമണ ചലനമാണ്. ഇനി വർത്തുള ചലനമാണെങ്കിലോ? വർത്തുള ചലനമാണെങ്കിൽ എന്തായിരിക്കും? ഒരു സെന്ററിലെ ഒരു പോയിന്റിനെ അല്ലെ, ഒരു സെന്ററിലെ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് കറങ്ങുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? വർത്തുള ചലനം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പരിക്രമണം അല്ലെ. അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കോമ്പസ് എടുക്കുകയാണ്. നമ്മൾ കോമ്പസിൽ പെൻസിൽ വെച്ചിട്ട് നമ്മൾ വരയ്ക്കില്ലേ, അതെന്താണ്? അത് വർത്തുള ചലനമാണ്. കാരണം എന്താണ്? കോമ്പസിന്റെ ഒരു പോയിന്റ് നടുവിൽ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൃത്തം വരയ്ക്കുന്നത് അല്ലെ. അതെന്തിന് എക്സാമ്പിൾ ആണ്? വർത്തുള ചലനത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നോക്കുക, ഭ്രമണ ചലനവും നമ്മൾ പറഞ്ഞു, വർത്തുള ചലനവും പറഞ്ഞു. ഇനി നേർരേഖാ ചലനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? ഒരു സ്ട്രെയിറ്റ് അല്ലെ, നേരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയുള്ള ചലനത്തിനാണ് എന്തെന്ന് പറയുന്നത്? നേർരേഖാ ചലനം എന്ന് പറയുന്നത്. ഇനി ദോലനമാണെങ്കിലോ? ദോലനമാണെങ്കിൽ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ എടുക്കുന്നതാണ് അല്ലെ, സിമ്പിൾ പെൻഡുലം എന്നുള്ളത്. എന്താണ്? ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് ഒരു മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. അപ്പം ഈ 4 രീതിയിലുള്ള ചലനവും നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊക്കെയുണ്ട്? നേർരേഖാ ചലനമുണ്ട്, ഭ്രമണ ചലനമുണ്ട്, വർത്തുള ചലനമുണ്ട്, ദോലനമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 5 ഹെർട്സ്, 20 ഹെർട്സ്, 200 ഹെർട്സ്, 40 ഹെർട്സ് എത്രയാണ്? ഇത് ശബ്ദം എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശബ്ദത്തിന് ബേസ് ചെയ്തിട്ട് മാറി മാറി ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എന്ന് പറയുന്നത് എത്രയാണ്? അപ്പൊ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദ പരിധി നമുക്ക് എത്രയാണെന്ന് അറിയണം. അത് എത്രയാണ്? 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ് അല്ലെ. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? അപ്പൊ ഏതായിരിക്കും? 20 ഹെർട്സ് ആണ്. അപ്പൊ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഉയർന്ന പരിധി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? അത് 20,000 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ആൻസർ നിങ്ങൾ കണ്ടു കാണും. ഇതും എന്താണ്? നമ്മുടെ PYQ ആണ്. 239/2023 എന്നുള്ള 10th ലെവലിലെ PYQ തന്നെയാണ് കേട്ടോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റ് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള്, ന്യൂട്ടന്, വാട്ട്, മീറ്റർ. അപ്പൊ നമുക്കറിയാം ഈ യൂണിറ്റുകളൊക്കെ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ബേസിക് ആയിട്ട് നമ്മൾ SCERT പഠിക്കുന്ന കാര്യങ്ങളുടെ യൂണിറ്റ്സുകൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇതിൽ നിന്നും എന്താണ് ഓരോ യൂണിറ്റിനെ കുറിച്ചും ഓരോ തവണയും മാറി മാറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ജൂള്, ന്യൂട്ടന്, വാട്ട്, മീറ്റർ. ഏതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. ജൂൾ ആണ് ഇതെന്ന് പറയുന്നത്. പ്രവൃത്തിയുടെയും അതുപോലെ തന്നെ ഊർജവും അല്ലെ, ഊർജത്തിന്റെ യൂണിറ്റും ഏതാണ്? ജൂൾ ആണ്. പ്രവൃത്തിയും ഊർജവും ഏതാണ്? ജൂൾ ആണ്. ഇനി ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ? ഫോഴ്സ്. ഫോഴ്സ്, ബലം അല്ലെ. ഫോഴ്സ്, ബലം, അതുപോലെ തന്നെ ഭാരം, വെയിറ്റ് എന്ന് പറയും. വെയിറ്റ്. വെയിറ്റിന്റെ യൂണിറ്റും ഏത് തന്നെയാണ്? ന്യൂട്ടൺ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലത്തിന്റെ യൂണിറ്റും അതുപോലെ തന്നെ വെയിറ്റ്, ഭാരമാണ് പറയുന്നത്. വെയിറ്റിന്റെ യൂണിറ്റും ഏതാണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മാറിപ്പോകരുത്. മാസിന്റെ യൂണിറ്റ് ഏതാണ്? മാസും വെയിറ്റും ഉണ്ട് അല്ലെ. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് kg ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമും, വെയിറ്റിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ഏത് പറയുന്നത്? ന്യൂട്ടണിലും പറയുന്നത്. ന്യൂട്ടൺ അല്ലെങ്കിൽ എന്തെന്ന് പറയും? കിലോഗ്രാം വെയിറ്റ് എന്നാണ് പറയുക. വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം വെയിറ്റ് എന്നാണ് പറയുക. അത് എന്തിന് ഈക്വൽ ആണ്? ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റിനോട് ഈക്വൽ ആണ്. ഓക്കെ, ഇനി വാട്ട് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? വാട്ട്. വാട്ട് നമുക്കറിയാം പവറിന്റെ യൂണിറ്റ് ആണ് അല്ലെ. വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. ഇനി മീറ്റർ. മീറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂണിറ്റ് ആണ്. മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ്, ദൂരമൊക്കെ അളക്കുമ്പോഴുള്ള ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും യൂണിറ്റുകൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, അവിടെ അപവർത്തനം തന്നിട്ടുണ്ട്, പ്രതിപതനം തന്നിട്ടുണ്ട്, പ്രകീർണനം തന്നിട്ടുണ്ട്, പൂർണ്ണ ആന്തരിക പ്രതിപതനം തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത്രയും ഈ ഒരു പ്രതിഭാസങ്ങൾ അല്ലെ ഓരോ തവണയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 പ്രക്രിയകളും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതിന്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നോക്കാം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നു എന്ന് വെച്ചാൽ എന്താണ്? മഴവില്ല് ഫോം ചെയ്യുന്നത് അല്ലെ. മഴവില്ല് ഫോം ചെയ്യുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? പ്രകീർണനമാണ് അല്ലെ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പ്രകീർണനമാണ്. ഇനി എന്താണ്? ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ടേംസ് തന്നിട്ടുണ്ട് അല്ലെ. 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നും കൂടെ നോക്കാം. ആദ്യത്തെ എന്താണ്? അപവർത്തനം. അപവർത്തനം എന്താണ്? പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? അതായത് പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കും അല്ലെ. പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശം എന്ത് ചെയ്യാണ്? ഇത് വായു ആണെന്ന് വെക്കുക. ഇത് വായു എന്നുള്ള മാധ്യമമാണ്. ഈ തന്നിരിക്കുന്നത് ഗ്ലാസ് ആണ്. ഇതെന്താണ്? വീണ്ടും വായുവാണ്. ഇങ്ങനെ പല മാധ്യമത്തിൽ കൂടെ പ്രകാശം സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഇവിടെ വായുവിൽ നിന്ന് വീണ്ടും പ്രകാശം ഇങ്ങോട്ട് സഞ്ചരിച്ചു. ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ അടുത്ത മാധ്യമത്തിലേക്ക് ഇത് കടക്കുവാണ് അല്ലെ. അങ്ങനെ കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമം മാറുന്ന അനുസരിച്ച് ഈ പ്രകാശപാതയ്ക്ക് എന്തുണ്ടാകും? ഒരു വ്യതിയാനം ഉണ്ടാകും. ഇനി ഗ്ലാസിൽ കൂടെ വീണ്ടും പാസ് ചെയ്തതിന് ശേഷം വീണ്ടും എങ്ങോട്ട് പോവുകയാണ്? വായുവിലേക്ക് പോവുകയാണ്. അപ്പൊ വായുവിലേക്ക് പോകുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? അതിന്റെ പാതയ്ക്ക് വീണ്ടും വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ നിന്നും എന്താണ്? പാതയ്ക്ക് വ്യത്യാസം വരും. ഇങ്ങനെ ഈ പ്രകാശത്തിന്റെ പാത ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ വ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, പ്രതിപതനം. പ്രതിപതനം എന്താണ്? പ്രതിപതനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രകാശം മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയിട്ട് പ്രതിപതിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ്? തിരിച്ചു പോകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രതിപതനം എന്ന് പറയുന്നത്. അപവർത്തനം അതുപോലെ പ്രതിപതനം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതില് പ്രതിപതനം എന്താണ്? നമ്മൾ ഈ മിററിലൊക്കെ അല്ലെങ്കിൽ എന്താണ് ഈ ദർപ്പണത്തിലൊക്കെ നമ്മുടെ ഇമേജ് കാണുന്നത്, പ്രതിബിംബം രൂപീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രതിപതനം മൂലമാണ് അല്ലെ. ഇനി നോക്കുക, പ്രകീർണനത്തിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. പ്രകീർണനം എന്താണ്? മഴവില്ല് ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നത്
എന്തിന് എക്സാമ്പിൾ ആണ്? പ്രകീർണനത്തിന് എക്സാമ്പിൾ ആണ്. ഇനി പൂർണ്ണാനന്തരിക പ്രതിപതനമാണെങ്കിലോ എപ്പോഴും ചോദിക്കാറുള്ളതാണ് പൂർണ്ണാനന്തരിക പ്രതിപതനത്തിന്റെ എക്സാമ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഈ ഡയമണ്ട് കടയിലൊക്കെ ചെല്ലുമ്പോൾ എന്താണ് ഡയമണ്ട് നല്ല തിളക്കമുള്ളതൊക്കെ ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡയമണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പൂർണ്ണാനന്തര പ്രതിപതനമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാൻ കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. നക്ഷത്രങ്ങള് മിന്നി തിളങ്ങാനായിട്ട് കാരണമായത്. അതുപോലെ മരീചിക അല്ലെ, മരുഭൂമിയിൽ കാണുന്ന മരീചിക ഒക്കെ എന്താണ്? ഈ ഒരു അപവർത്തനം എന്നുള്ളൊരു പ്രതിഭാസമാണ്. ഇനി നമുക്കറിയാം അല്ലെ, ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് പറയാവുന്നതാണ് വിസരണം. വിസരണം, പ്രകാശത്തിന്റെ വിസരണം എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശം ഇങ്ങനെ ചെറിയ ചെറിയ കണികകളിൽ തട്ടി സ്കാറ്റർ ചെയ്തു പോകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? വിസരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആകാശത്തിന്റെ നീലനിറം അതുപോലെ തന്നെ കടലിന്റെ നീലനിറത്തിനൊക്കെ കാരണം ഏതാണ്? വിസരണമാണ്. ഓർത്ത് വെച്ചേക്കുക, ആകാശത്തിന്റെ നീലനിറം, കടലിന്റെ നീലനിറം ഇവയ്ക്കൊക്കെ കാരണമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? വിസരണമാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നല്ല സോപ്പ് കുമിളകളൊക്കെ നല്ല തിളക്കമുള്ളതായിട്ട് കാണപ്പെടും അല്ലെ? അതെന്തുകൊണ്ടാണ് സോപ്പ് കുമിളകളൊക്കെ നല്ല തിളക്കമുള്ളതായിട്ട് കാണപ്പെടുന്നത്? അത് ഡിസ്പേഴ്സൺ മൂലമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയും പ്രതിഭാസമാണ് ഏകദേശം പ്രകാശത്തിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണേ. ഇനി അടുത്തത് നോക്കുക, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാനുള്ള റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, സമതല ദർപ്പണം ഇവയൊന്നുമല്ല. ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് കോൺവെക്സ് ദർപ്പണമാണ് അല്ലെ. നമ്മുടെ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ദർപ്പണം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺവെക്സ് ദർപ്പണമാണ്. അപ്പൊ ഈ കോൺവെക്സ് ദർപ്പണം എന്താണ്? അതിലെ ഇമേജ് കാണുന്നത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ കുറെ ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ബാക്കിൽ നിന്ന് വരുന്ന കുറെ വാഹനങ്ങളെ കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് ദർപ്പണം യൂസ് ചെയ്യുന്നത്. ഇനി കോൺകേവ് ദർപ്പണമാണെങ്കിലോ നമുക്കറിയാം ഇമേജ് ഒക്കെ വലുതായിട്ട് കാണാനായിട്ട് ഈ ദന്തൽ ഡോക്ടർമാരൊക്കെ യൂസ് ചെയ്യുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് വലുതായിട്ട് കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ദർപ്പണം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. ഇനി അടുത്തത് സമതല ദർപ്പണം. സമതല ദർപ്പണം നമുക്കറിയാം അല്ലെ, നമ്മൾ എപ്പോഴും തന്നെ മുഖം നോക്കുന്ന കണ്ണാടി അതേതാണ്? സമതല ദർപ്പണമാണ്. അപ്പൊ ഈ സമതല ദർപ്പണം എന്താണ്? കോൺകേവ് ദർപ്പണം ഏതിനാണ് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് ദർപ്പണം ഏതിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം, ത്വരണം, മന്ദീകരണം, പ്രവേഗം ഇത്രയുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ ഏതിന്റെയോ ഒന്നിന്റെ ഡെഫിനേഷൻ ആണ് അല്ലെ. ഈ ഒരു 4 പോയിന്റും എന്താണ്? കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? വേഗമാണ്. വേഗം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? വേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദൂരം ബൈ സമയമാണ് അല്ലെ. ദൂരം ബൈ സമയമാണ് എന്തെന്ന് പറയുന്നത്? വേഗം എന്ന് പറയുന്നത്. വേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരം ബൈ സമയം. അപ്പം ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് സഞ്ചരിച്ച ടോട്ടൽ ദൂരത്തിനെ ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ടാണോ സഞ്ചരിച്ചത് ആ ടോട്ടൽ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സ്പീഡ് കിട്ടും. ഇനി അടുത്തത് നോക്കുക. അടുത്തത് എന്താണ്? പ്രവേഗമാണ്. പ്രവേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രവേഗത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാതിരിക്കാം. എന്താണ്? സ്ഥാനാന്തരം ബൈ സമയമാണ്. സ്ഥാനാന്തരം ബൈ സമയമാണ്. നമ്മൾ എന്തെന്ന് പറയും? പ്രവേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ആണ് കേട്ടോ. പ്രവേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ആണ്. അപ്പൊ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാന്തരം ബൈ സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, സ്ഥാനാന്തരം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പൊ പ്രവേഗം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ അല്ലെ, നിശ്ചിത സമയത്തിൽ ആ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനത്തിന്റെ മാറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്?
സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറഞ്ഞ പ്രവേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനാന്തരം അല്ലെ, യൂണിറ്റ് സമയത്തിൽ ആ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിനെയാണ് എന്ത് പ്രവേഗം എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതാണ് എന്തിന്റെ ഡെഫിനേഷൻ ആണ് കിടക്കുന്നതെന്ന് ഇപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലായി കാണും. ഏതിന്റെയാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, പ്രവേഗമാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തിനെയാണ് എന്ത് പ്രവേഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ്, ത്വരണം. ത്വരണം എന്തെന്ന് പറയും? ത്വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ആണ്. ത്വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ ആണ്. പ്രവേഗം ബൈ സമയമാണ് എന്ത് ത്വരണം എന്ന് പറയുന്നത്. അപ്പൊ ത്വരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു നിശ്ചിത നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് എന്ത് പറയുക? ത്വരണം എന്ന് പറയുക. അപ്പൊ പ്രവേഗവും ത്വരണവും തമ്മിൽ മാറിപ്പോകരുത്. പ്രവേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം, അതിനാണ് പ്രവേഗം എന്ന് പറയുന്നത്. ത്വരണമാണെങ്കിൽ എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ വേറൊരു ഓപ്ഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത് മന്ദീകരണം എന്ന് പറയുന്നത്. മന്ദീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നാണ് പറയുക. എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിറ്റാർഡേഷൻ എന്ന് പറയാറുണ്ട്. എന്താണ്? റിറ്റാർഡേഷൻ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്സിലറേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു കാറ് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ സ്പീഡ് കുറയുവാണ് ചെയ്യുന്നത് അല്ലെ? ആ ഒരു ത്വരണത്തിനാണ് എന്ത് പറയുക? മന്ദീകരണം എന്ന് പറയുക, അല്ലെങ്കിൽ എന്ത് പറയുക? റിറ്റാർഡേഷൻ എന്ന് പറയുക. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? നമ്മൾ ആക്സിലറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വേഗത്തിൽ ഉണ്ടാകുന്ന, യൂണിറ്റ് സമയത്തിൽ വേഗത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പൊ ഈ വേഗം കുറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തിനാണ് എന്തെന്ന് പറയുക? മന്ദീകരണം അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ, അതും അല്ലെങ്കിൽ എന്തെന്ന് പറയും? റിട്ടാർഡേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഒരു 3 പോയിന്റും എന്താണ്? ഒന്നാണ്, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മന്ദീകരണത്തിൽ സംഭവിക്കുന്ന ഒരു കേസാണ്. ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതേ സമയത്ത് മന്ദീകരണം ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ് കേട്ടോ. മന്ദീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്. കാരണം എന്താണ്? ഇത് മന്ദീകരണത്തിന്റെ ഡെഫിനേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ദീകരണം ഇവിടെ പോസിറ്റീവും, ഇവിടുത്തെ ആക്സിലറേഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്? ത്വരണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ത്വരണവുമായിരിക്കുമെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ദർപ്പണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി 3 ദർപ്പണങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതില് സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. അപ്പൊ നമ്മൾ ഈ സമതല ദർപ്പണം, അതായത് നമ്മൾ നോർമലി നോക്കുന്ന മിറർ, ആ മിററിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നോക്കുന്ന അതേ ഒരു ആ ഒരു വലിപ്പത്തിൽ തന്നെയായിരിക്കും എന്ത് കിട്ടുക? നമ്മുടെ ഇമേജും കിട്ടുക. എന്ന് വെച്ചാൽ എന്താണ്? വസ്തുവിന്റെ വലിപ്പം തന്നെ ആയിരിക്കും ഏതെന്ന് പറയുന്നത്? പ്രതിബിംബത്തിനും ഉണ്ടാകുക. അപ്പൊ നമ്മൾ ബാക്കോട്ട് ഇറങ്ങുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു കണ്ണാടിയിലെ പ്രതിബിംബവും ബാക്കോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മുമ്പിലേക്ക് കയറുവാണെങ്കിലോ ആ പ്രതിബിംബവും മുന്നോട്ട് വരുന്നതായിട്ട് തോന്നും. എന്ന് വെച്ചാൽ എന്താണ്? പ്രതിബിംബവും ദർപ്പണവും അതുപോലെ തന്നെ തമ്മിലുള്ള അകലവും അതുപോലെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബാക്കോട്ട് ഇറങ്ങുമ്പോൾ പ്രതിബിംബം ബാക്കോട്ട് പോകുന്നതായിരിക്കും, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രതിബിംബവും മുമ്പോട്ട് പോകുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഏതെന്ന് പറയുന്നത്? സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. നോക്കുക, വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും, അതുപോലെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിന്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 2 സവിശേഷത അല്ലാത്ത ബാക്കിയെല്ലാം എന്താണ്?
ഈ ഒരു സമതല ദർപ്പണത്തിന്റെ സവിശേഷത ആയിരിക്കില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ഏതുള്ളൂ ഇതിന്റെ സവിശേഷത അല്ലാത്തതുള്ളൂ. ആദ്യത്തെ 1ഉം 4ഉം എന്ന് പറയുന്നത് സമതല ദർപ്പണത്തിന്റെ സവിശേഷതയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ, CPO വിമൻസ് CPO ഇതിന്റെ രണ്ടിന്റെയും എക്സാമിന്റെ ഡേറ്റ് വന്നു. അപ്പൊ എന്നാണ് എക്സാം എന്ന് പറയുന്നത്? നമുക്കറിയാം വിമൻസ് CPO ആണെങ്കിൽ മെയ് 11-ാം തീയതിയും ഇനി CPO കോൺസ്റ്റബിളിന്റെ എക്സാം ആണെങ്കിൽ മെയ് 25-ാം തീയതിയുമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അധികം ദിവസമില്ല നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്മാർട്ടായിട്ട് ഒന്ന് പഠിക്കുവാണെങ്കിൽ ഈ എക്സാം ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്കും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ അനലൈസ് ചെയ്ത് ആ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു റാങ്കിൽ എത്താനുള്ളൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ CCയും ഇവിടെ CPOയ്ക്കും വിമൻസ് CPOയ്ക്കുമായിട്ട് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സാം ഡേറ്റിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സിലബസ് മൊത്തം കവർ ചെയ്ത്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിന് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കവർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്രാഷ് ബാച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ബാച്ചിൽ നിങ്ങൾക്ക് ആപ്പിന് റെക്കോർഡഡ് ക്ലാസ്, സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ വീക്ക്ലി ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണ് ക്വറി ചോദിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യവും ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു മെന്റർ ഉണ്ടാവും. അപ്പൊ ഇവയൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇനിയും നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാവിറ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മടങ്ങ്, 3 മടങ്ങ്, 4 മടങ്ങ്, 6 മടങ്ങ്, എത്രയാണ് പറയാമോ? 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? അപ്പൊ നമുക്കറിയാം ഇതൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ, ഗുരുത്വാകർഷണ ബലം, അതായത് 2 വസ്തുക്കള് തമ്മിലുള്ള, ഭൂമിയിലെ 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം, ആകർഷണ ബലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമമാണ് ഏതെന്ന് പറയുന്നത്? സാർവത്രിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. ഏതാണ്? സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. ഇനി ഈ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടേതാണ്? ന്യൂട്ടൻ ആണ് കേട്ടോ. ന്യൂട്ടൻ ആണ് സാർവത്രിക ഗുരുത്വാകർഷണ നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ന്യൂട്ടൻ കൊണ്ടുവന്ന ഈ ഒരു സാർവത്രിക ഗുരുത്വാകർഷണ നിയമത്തെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? F = m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്ന്. എന്താണ് എന്ന് വെച്ചാൽ എന്താണ്? m1ഉം m2 എന്ന് പറയുന്നത് ഈ 2 വസ്തുക്കളുടെ മാസ് ആണ്. d സ്ക്വയർ, d എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള അകലമാണ്. അപ്പൊ എന്താണ്? ഇവ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് 2 വസ്തുക്കളുടെ മാസിന്റെ ഗുണനബലത്തിന് നേരനുപാതത്തിലും, ഇനി നമുക്കറിയാം d താഴെയാണ് അല്ലെ വരുന്നത്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവ തമ്മിലുള്ള അകലത്തിന്റെ വിപരീത അനുപാതത്തിലും ആയിരിക്കും. അപ്പൊ എന്താണ്? 2 വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് അവയുടെ മാസിന്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ഇത്? സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് പകുതിയാക്കി. അപ്പൊ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ d ആണ് അല്ലെ. ഈ d എത്രയാക്കി? പകുതിയാക്കി, അതായത് d/2 ആക്കി. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വന്നു? d/2 സ്ക്വയർ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ ബൈ 4 എന്ന് എഴുതാനായിട്ട് സാധിക്കും അല്ലെ. d സ്ക്വയർ ബൈ 4 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഈ d സ്ക്വയർ ബൈ 4 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 4നെ മുകളിലേക്ക് കൊണ്ടുവരാം അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? 4 × m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്ന് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദൂരം പകുതിയാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര മടങ്ങാകും എന്നാണ് അർത്ഥം? ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4 മടങ്ങാകും എന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ്, അതായത് കുറെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫാക്ട്സും ആണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ PYQ നോക്കി നിങ്ങൾ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള പാർട്സും തന്നെ പഠിച്ചിട്ട് പോവുക. നമുക്ക് ഈ ഫിസിക്സിന്റെ അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ഒക്കെ സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതിൽ നിന്ന് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് അടിച്ച്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് റിപ്പീറ്റ് അടിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് മാർക്കേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് തള്ളിക്കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വളരെ കുറച്ച് പോർഷൻസ് നല്ല രീതിയിൽ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു 3 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം ഓരോ മാർക്കും എന്താണ്, വിലപ്പെട്ടതാണ് അല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ CPO അതുപോലെ വിമൻസ് CPO എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്